അറബ് ലോകത്തിന്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നതാണ്. യുദ്ധം തുടങ്ങി 8ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ഒരു ശാന്തതയോ സമാധാനവും ഇല്ലാതെ വളരെ ക്രൂരമായിരിക്കുന്ന രീതിയിൽ പലസ്തീനികളെ കൊന്നൊടുക്കുന്ന സമയത്തും അറബ് രാഷ്ട്രങ്ങൾ മൗനം പാലിക്കുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ദക്ഷിണാഫ്രിക്കയും അൾജീരിയയും അടങ്ങുന്ന വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളല്ലാത്തവർ വളരെ ആത്മാർത്ഥതയോടുകൂടിയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇസ്രായേലിന്റെ പിറകെ ഓടി നടക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. 36,000-ഓളം പാലസ്തീനുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടത്. അതിലേറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളുമാണ്. മരണപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ ക്രൂരമായ രീതിയിലാണ്. ബിൽഡിങ്ങിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന പാലസ്തീനികൾ ഇപ്പോഴും പുറത്തെടുക്കാത്തവരുണ്ട് എന്നുള്ളതും തിരിച്ചറിയാത്തവരും കാണാത്തവരുമായിരിക്കുന്ന പാലസ്തീനികളുടെ എണ്ണം ഓരോരോ ദിവസം കൂടി വരുന്നു എന്ന തരത്തിലും പാലസ്തീനിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് തന്നെ വിവരങ്ങൾ പുറത്തിറക്കുന്നു. അവർ പറയുന്നു, ഓരോരോ ദിവസം കാണാതാവുന്നവരുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു. പക്ഷേ ഞങ്ങളിത് എവിടെ അന്വേഷിക്കാനാണ്? തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന ആളുകളെ എത്തിക്കാനുള്ള സാങ്കേതിക സംവിധാനം പോലും ഇല്ല എന്നുള്ളതും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിയാൽ അവർക്ക് ചികിത്സ നൽകാനുള്ള മരുന്ന് സംവിധാനമുള്ള ആശുപത്രിയിൽ ഗസയുടെ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇല്ല എന്നുള്ള തരത്തിലൊക്കെ വേദനാജനകമായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് അതിനനുസരിച്ച് അവർക്ക് ചികിത്സ നൽകാൻ ഒരു സംവിധാനവും നിലവിൽ ഗസയിലില്ല. അങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെടാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരും ഇടപെട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്നവരുമായിരിക്കുന്ന അറബ് ലോകം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിൻ്റെ ഒരു ഭയപ്പാടും വേദനയും പല ഫലസ്തീനുകളും ഷെയർ ചെയ്യുന്നു, പങ്കുവെക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗങ്ങളിൽ നിന്നും അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്ന സമയത്തും അറബ് രാജ്യങ്ങൾ മൗനത്തിലാണ്. ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേലിനെ 100% സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് അമേരിക്കയാണ്, പിന്നീട് ബ്രിട്ടനാണ്, ഫ്രാൻസാണ്, ഇറ്റലിയാണ്, അങ്ങനെ കുറേ ലിസ്റ്റുകൾ പറയാം. എന്നാൽ ഈ രാജ്യങ്ങളിൽ മുഴുവനും പാലസ്തീൻ അനുകൂലമായ രീതിയിലും ഇസ്രായേലിന് എതിരായിരിക്കുന്ന രീതിയിലും വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നു. അവരുടെ തെരഞ്ഞെടുപ്പിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന രീതിയിലുമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ കാര്യം ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫലസ്തീന ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ ആയുധം നൽകി സഹായിക്കുന്ന രാജ്യത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ പോലും അറബ് മേഖല നിസ്സംഗത പാലിക്കുന്നു. അവർ നിശബ്ദമാണ്, അവർ മിണ്ടുന്നില്ല. അതിൻ്റെ കാര്യവും അതിൻ്റെ സ്ഥിതികളുമാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ പല രാജ്യങ്ങളും ഫലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാമല്ലയിൽ അവരുടെ എംബസി തുറക്കാൻ തീരുമാനിച്ചപ്പോഴും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നു, തങ്ങൾ അവരുടെ രാജ്യമായിട്ട് കാണുന്നില്ല എന്ന് പറയുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോഴും ഇല്ല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. തുർക്കിയുടെയോ ഇറാന്റെയോ നിലപാട്, അതിന് സമാനമായിരിക്കുന്ന നിലപാടുകളൊന്നും അറബ് രാജ്യങ്ങൾ ഇപ്പോഴും ഏകോപനത്തോടു കൂടി പറയുന്നില്ല. ജിദ്ദയിൽ സമാപിച്ച അവസാനത്തെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റയീസ് പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ രാവിലെ മീറ്റിംഗ് കൂടുന്നു, വൈകുന്നേരം കാവ കുടിച്ച് പിരിയുന്ന രീതിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം. ഇതിന്റെ ഗൗരവപരമായിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ഭരണാധികാരികളും പ്രതികരിക്കേണ്ടതുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ പറഞ്ഞുതരാം. ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ ശത്രു രാജ്യത്തെ ഭീകര രാജ്യമായിട്ട് ഈ മീറ്റിംഗിൽ പ്രഖ്യാപിക്കണം. അവരുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും അവസാനിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അവരിൽ നിന്ന് എന്തെങ്കിലും കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവസാനിപ്പിക്കണം. അതിന് മുന്നിട്ട് ഇറങ്ങുന്ന രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ അത്തരം സമീപനം സ്വീകരിക്കുന്നവരായി നമ്മൾ മാറണം. ഇതാണ് ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞത്. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സഹായിക്കണം. അത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ആരാണ് യുദ്ധം ചെയ്യുന്നത് അവരെ സഹായിക്കണം. ഈ ഇസ്രായേലിനെ ഭീകരരാജ്യമായിട്ട് പ്രഖ്യാപിക്കുക, ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഭീകരവാദിയാണെന്ന് പ്രഖ്യാപിക്കുക, അവരുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിക്കണം.
എന്നാൽ ഈ മീറ്റിങ്ങിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അവസാനത്തെ സെഷൻ എത്തിയ സമയത്തൊന്നും കൃത്യമായ രീതിയിൽ ഇതിന് മറുപടി ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതും, അന്ന് എന്താണോ ഇബ്രാഹിം റയീസി പറഞ്ഞത് ആ മീറ്റിംഗ് അതേപോലെ തന്നെ കാവ കുടിച്ച് പിരിയുന്ന സ്ഥിതിവിശേഷവുമാണ് ഉണ്ടായത്. ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് അറേബ്യൻ മേഖലയൊക്കെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ അമേരിക്ക ഉണ്ടാക്കാനുള്ള സാധ്യത കൊണ്ട് ഭരണാധികാരികൾ ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെയാണ്. അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാര്യം ഓരോരോ രാജ്യങ്ങളിലും അവരുടെ മിലിറ്ററി ബേസ്, അമേരിക്കയുടെ മിലിറ്ററി ബേസ് സജീവമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രവുമല്ല, പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു അറബ് രാജ്യക്കും മേൽക്കോയ്മ ഉണ്ടാകാൻ അമേരിക്ക ഒരു കാലത്തും സമ്മതിച്ചിട്ടില്ല. രാജ്യ പുരോഗതിക്ക് വേണ്ടി വലിയ രീതിയിലെ കുതിപ്പുണ്ടാക്കാൻ വലിയ സഹായങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. സാമ്പത്തികപരമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ പണമുള്ളത് കൊണ്ട് രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുക, സംവിധാനിക്കുക, മനോഹരമാക്കുക, വികസിപ്പിക്കുക, ഈ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ മത്സരം തന്നെ നടത്താറുണ്ട്. അതിന് നല്ല ടെക്നോളജിയും എഞ്ചിനീയർമാരും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തികളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മളൊക്കെ കേരളക്കാരൊക്കെ യഥാർത്ഥത്തിൽ അറബ് രാജ്യത്തിന്റെ ഡെവലപ്പ് കണ്ടിട്ടാണ് നമ്മുടെ റോഡും പോസ്റ്റും ഈ സ്കൂളുകളും ആശുപത്രിയും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നത്. അതെല്ലാം അറേബ്യൻ മേഖലയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് എപ്പോഴും നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള സഹകരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാലത്തും ഉണ്ടാവും. കാരണം അവർക്ക് സഖ്യ കക്ഷികളാണ്. അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയുമായിട്ടാണ് ബന്ധം, റഷ്യയുമായിട്ടല്ല, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനായിട്ടല്ല. ഇപ്പോൾ അടുത്ത കാലത്താണ് റഷ്യയുമായിട്ട് കുറേശ്ശെങ്കിലും അടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതിനൊക്കെ വലിയ സഹായങ്ങൾ നൽകും എന്നതിനോടനുബന്ധിച്ച് പ്രതിരോധ രംഗത്ത് അറബ് രാജ്യങ്ങൾ ഉയരാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കില്ല. അവരുടെ കൺട്രോളിലാണ് എന്ന തരത്തിലാണ്. ഞാൻ സൗദി അറേബ്യയിലുള്ള സമയത്ത് അവിടെ സൗദി സൈനികർക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികർ തന്നെ അവിടെ എത്തിയിരുന്നു. അവരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സൈനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കുറഞ്ഞ കാലം. അപ്പോൾ ഇങ്ങനത്തെ ഒരു നിലവിലാണ്. അപ്പോൾ ബന്ധങ്ങൾ അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ മുൻപ് ജൂനിയർ ജോർജ് ബുഷ് വരുന്നതിനോടനുബന്ധിച്ചൊക്കെ അവിടെ ചെറിയ വിഷയങ്ങൾ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു. പ്രാദേശിക തലത്തിൽ ജനാധിപത്യ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, ജനങ്ങളും ഭരണത്തിൽ പങ്കാളികളാവണം എന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ കോർപ്പറേഷൻ പോലെയുള്ള മേഖലയിലേക്ക് ജനാധിപത്യ സംവിധാനത്തിൽ സൗദികളെ തെരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ആ കാലത്ത് വന്നിരുന്നു. അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. വീട്ടിൽ കയറി വോട്ട് ചോദിക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. പകരം എന്ത് ചെയ്യും, റോഡ് സൈഡിൽ ഒഴിവുള്ള സ്ഥലത്ത് അവർ പ്രത്യേകപരമായിരിക്കുന്ന ഒരു പന്തലോ അതിന്റെ സംവിധാനമോ വെച്ചുകൊണ്ട് അവിടെ അവരിയ്ക്കും. ആ ബൈക്കിലൂടെ വരുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന രീതിയിൽ ലളിതമായിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാന പ്രക്രിയയിലൂടെ കോർപ്പറേഷന്റെ മേഖലയിലൊക്കെ അവർ സൗദി പൗരന്മാർ ഭരണത്തിലേറുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. 55% രാജഭരണ സംവിധാനത്തിലും 45% ജനങ്ങൾക്കും നൽകുന്ന രീതിയിലാണ് അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഭാഗിച്ചത്. അപ്പോൾ അതിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇനി ഒരു പക്ഷേ രാജ്യത്തിൽ തന്നെ പുതിയൊരു നിയമങ്ങളൊക്കെ വന്നിരുന്നു. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ കൂടിയിട്ട് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരോട് പറയാനുണ്ടെങ്കിൽ അതിന് വേദി ഒരുക്കുക. അത് വിമർശനവും ആവാം, വികസനവും ആവാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാം. അതിനൊക്കെ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അതിന് തുടർച്ചയായിരിക്കും ഈ വന്നത് എന്നും കൂടി നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ രാജ്യത്തുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക സമ്മതിക്കില്ല. പല ഘട്ടങ്ങളിലും സമാധാനത്തിനുള്ള യുറേനിയം ഉണ്ടാക്കാൻ വേണ്ടി അനുമതി സൗദി അറേബ്യ തന്നെ വ്യത്യസ്ത അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ്. യൂറോപ്യൻ യൂണിയനിൽ ഐക്യരാഷ്ട്ര സഭയിൽ തന്നെ UN സഭയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം വന്നിരുന്നു. ആ പ്രമേയത്തെ അവിടെ തള്ളുകയാണ് ചെയ്തത്. പിന്നീട് അമേരിക്കയുമായി നേരിട്ട് ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് യുറേനിയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നും ആ ഇറാന്റെ കൈവശത്തിൽ അതുള്ളത് അങ്ങക്ക് ഭയപ്പാടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അമേരിക്കയെ സമ്മതിച്ചിട്ടില്ല. അപ്പൊ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തി അല്ലെങ്കിൽ ദുർബലമായി എന്നതിനാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നൊരു ഭയപ്പാടും ഈ വിഷയമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും.
അപ്പോൾ അറബ് ലോകത്തിന്റെ മൗനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നേരെ മറിച്ച് ഇവരെല്ലാവരും സംഘടിച്ചുകൊണ്ട് ശക്തമായിരിക്കും നിലപാടെടുക്കുന്നു. നിലപാടിനോട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. ഇറാൻ പറഞ്ഞ പോലെ അതിനൊരു ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ ഭീകര രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിക്കുന്നു. കയറ്റുമതി ഇറക്കുമതി അവസാനിപ്പിക്കുന്നു. നയതന്ത്രം വിച്ഛേദിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കുമെന്ന് കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കകത്തുള്ള അമേരിക്കയുടെ സൈനിക മേഖലയിലുള്ള സംവിധാനം ഒഴിവാക്കണം എന്ന് പറയുക കൂടി ചെയ്താൽ, അതിപ്പോ ഇറാഖ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ 2500 അമേരിക്കൻ സൈനികരാണല്ലോ, നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇവരെ ഒഴിവാക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ആക്രമിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചാക്രമിക്കുന്നു, ഒരു യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല, പക്ഷേ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് ആക്രമിച്ചിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ തടിയെടുക്കണം എന്ന് ഇറാഖിന്റെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ട വലിയ വിവാദമായിരുന്നു. അവർ പോയാലും പോയിട്ടില്ലെങ്കിലും ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സംയുക്തമായ രീതിയിൽ ഈ കാര്യം അമേരിക്കയോട് പറയാ, ഞങ്ങളുടെ രാജ്യത്തുള്ള സൈനികർ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങളുടെ സൈനിക ക്യാമ്പ് അടിച്ചുപൂട്ടണം, എയർപോർട്ട് ഞങ്ങൾ ലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്നൊരു പ്രസ്താവന ഇറക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ധൈര്യമില്ലാത്തത് ഈ കാരണത്താലാണ് നമുക്ക് ഊഹിക്കാം. അങ്ങനെ അവർ പറയില്ലെന്ന് അമേരിക്കക്ക് ഉറപ്പായതുകൊണ്ടാണ് പാലസ്തീനിൽ എന്തൊരു സംഭവം നടന്നാലും അറബ് രാജ്യങ്ങൾ ഇത്രയും കനമുള്ള രീതിയിലുള്ള അഭിപ്രായമായിട്ട് വരില്ല എന്ന് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇസ്രായേൽ പാലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഈ വിഷയത്തിന്റെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്.